ചരിത്രകാരന്മാരാൽ അവഗണിക്കപ്പെട്ട അതിസാഹസികനായ ഒരു നവോത്ഥാന നായകനായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 19-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന മനുഷ്യത്വഹീനമായ വ്യവസ്ഥിതിക്കെതിരെ ശക്തമായ പോരാട്ടം അദ്ദേഹം നടത്തിയിരുന്നു. ആ കാലഘട്ടത്തിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തിരുവിതാംകൂർ ആസ്ഥാന മന്ദിരമാണിത്. What did he say? He said he will bring you anything you ask for. Anything? Hey, Black Beauty, come forward. സുന്ദരി ഒന്ന് മുമ്പോട്ട് വരാൻ. അച്ചുപിള്ള, ഇതാ ചന്തക്കുറുപ്പിന്റെ പേരുണ്ടായിരുന്നു അടിമപ്പുണ്ട്. ആ ചെറുതി തന്നെ ചന്തുക്കുറുപ്പിന്റെ കയ്യിൽ 300 പണം എണ്ണി കൊടുത്തിട്ടാ ഞാനിവിടെ വാങ്ങിയത്. മധുരാശിയിൽ നിന്ന് വരുന്ന ഹെൻറി സാഹിബിന് ഭർത്ത നിറക്കാരെ ആയിട്ടോന്ന് നമ്മുടെ ഈ നിക്കോളാ സാഹിബ് പറഞ്ഞിരുന്നു. അതല്ലേ ഞാൻ ഇവിടെ ഒന്ന് കുളിപ്പിച്ച് ഒരു പരുവാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ജീവിതത്തിൽ മാറി മറച്ചിട്ടില്ലാത്ത ചെറുമിയെ മുലക്കച്ചയൊക്കെ കെട്ടിച്ച്. Well, Sir Henry is not particularly fond of women with unclothed breasts. മാറ് തുറന്നിട്ടല്ലേ പുള്ളിക്കാരന് വികാരം വരില്ല. Well, where the hell are the wrestlers? I love the black-skinned macaques in Jewel, but make sure, in the end, the winner kills the loser. സാഹിബ് എന്താ പറഞ്ഞു? അടിമകളുടെ മല്ലയുദ്ധം ഉടനെ തുടങ്ങണമെന്ന്, തോൽക്കുന്നവനെ ജയിക്കുന്നവൻ കൊന്നിരിക്കണമെന്ന്. ഓ, എങ്കിൽ വിളിക്കാമാരെ. ഓ വിളിക്കാമേ. സാഹിബ്മാരെ സൂചിപ്പിച്ചാലേ നമ്മുടെ കാര്യം നടക്കും. റെഡി സാഹിബ്? എന്തേ? നാടുവഴി കൈമളദ്ദേഹത്തൊന്ന് കാണാമെന്നതാ. ഇവിടെ വരാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് ഇവിടെ ഉള്ള രേമൻ പറഞ്ഞു. ഞാൻ സന്ധ്യയ്ക്ക് മുമ്പ് വന്നതാ. എവിടെന്നാ വരുന്നേ? ആറാട്ടുപുഴയിൽ നിന്നാ. പെരുമാളച്ചൻ പറഞ്ഞിട്ട് വന്നതാ. ഓ, പെരുമാളച്ചന്റെ മകനാണോ? കൊച്ചുവാനാ. ഏലം കയറ്റുമതിക്ക് ഹെൻറി സാഹിബിന്റെ കയ്യിൽ നിന്ന് ഒരു അനുമതി പത്രം വാങ്ങിത്തരാമെന്ന് പറഞ്ഞിരുന്നു. കൈമൾ അകത്തുണ്ടോ? വരൂ. അനുമതി പത്രം വാങ്ങിത്തരാൻ നാടുവഴി നല്ലൊരു തുക വാങ്ങിക്കാണല്ലോ അല്ലേ? കൈമളെ കാണണ്ടേ? വരൂ. അല്ല, ഞങ്ങളെപ്പോലുള്ളവർക്ക് അകത്ത് കയറാൻ പറ്റുമോ? അത് അയിത്തമാവില്ലേ? സായിപ്പന്മാർക്കും അവരുടെ ബംഗ്ലാവിലും ഒന്നും ഒരയിത്തമില്ലടോ. തീണ്ടലും തൊടിയിലും ഒക്കെ നമ്മുടെ നാട്ടിലല്ലേ. താൻ വാ. വാങ്ങിയതാണ് ഞാനിവിടെ. നീ ഇതിൽ ജയിച്ചില്ലെങ്കിൽ നിന്റെ തലരിഞ്ഞ്. ഞാൻ 750 പണം കൊടുത്ത് അവനെ വാങ്ങിയത്. ഇവൻ അടിമയെ വേണമെങ്കിൽ അടിമയുടെ യജമാനെ. വാങ്ങുന്ന അടിമകളാ. രണ്ടിലൊരാൾ ചത്തു വീണാലേ ഇത് അവസാനിക്കും. ഇന്ന് ഞാൻ ഇങ്ങോട്ട് താടാ. ഈ അടിമക്കച്ചവടം നിർത്തലാക്കിക്കൊണ്ട് വിളംബരം വന്നതല്ലേ? 1812 തൊട്ട് വിളംബരം ഇറക്കുന്നതാ. വിളംബരങ്ങൾ ഇറങ്ങിയിട്ട് എന്താ കാര്യം? മനുഷ്യരുടെ മനസ്സ് മാറട്ടെ. യജമാനന്മാർക്ക് അടിമകളെ വേണം. പേഷ്കാർ അവർകളെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങോട്ടിരിക്കാം. ഇത് നാടുവാഴിയെ കാണാൻ വന്നത് ആറാട്ടുപുഴ പെരുമാളിന്റെ കൊച്ചുമകനാ. നീയൊക്കെ എത്രയുടെ ദൂരം മാറി നിൽക്കണം എന്നുള്ള നിയമം അറിയില്ല. ഇവിടെ അയത്തൂല നീയെന്നു പറഞ്ഞു. ഇവിടെ
ഇവിടെ ആയതുകൊണ്ടും സന്ദർഭം ഇതായതുകൊണ്ടും കൊള്ളാം. കാര്യങ്ങൾ പറഞ്ഞത് പണക്കിഴി വീട്ടിലേപ്പിച്ചോ? ഏൽപ്പിച്ചു. മുഴുവൻ തുകയുണ്ടല്ലോ. 2000 പണം കൊടുത്തിട്ടുണ്ട്. നീ ഇവിടെ നിൽക്ക്. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് സായിപ്പിനോട് ഞാൻ. അടിമപ്പെന്നാണെങ്കിലും ആദ്യമായിട്ട് ഇന്നത്തെ രാത്രി കഴിച്ചു കിട്ടിയ I want to see the slave's blood. Kill him. Kill him now. I command you to kill him. I want to see him dying. Kill him. Kill him.